ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ആയുർവേദിക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ ചെയ്യുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. പരമ്പരാഗത രീതിയിൽ പണ്ട് മുതൽക്കേ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. എൻ്റെയൊക്കെ അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പം പാർലറും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർ മെയിനായിട്ട് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് ഫേസ് ഒന്ന് തിളക്കം വെക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സ്കിന്നിൽ നമുക്ക് ഇപ്പോഴും ആ ഒരു തിളക്കം കാണാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഒരു 10-30 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടും ഡ്രൈ ആവാനും ചുളിയാനൊക്കെ തുടങ്ങും. പക്ഷേ പണ്ടുള്ളവരുടെ ഒന്നും അങ്ങനെയല്ല. അത് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അവർ ഇതുപോലുള്ള കുറച്ച് ആയുർവേദിക് രീതികളൊക്കെയാണ് അന്ന് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലൻസിങ്ങും സ്ക്രബിങ്ങും കൂടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. രണ്ടും രണ്ടായിട്ട് ചെയ്യുമ്പം ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ഇത് രണ്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഞവരരി നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കടലപ്പൊടി ചേർക്കുന്നുണ്ട്. സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെറുപയർ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം. റോസ് വാട്ടർ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ആയിക്കോളും. പിന്നെ ചെറുപയർ പൊടി ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫേസ് സ്ക്രബ് ആയിക്കോളും. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പിൽ അങ്ങ് തീർക്കുകയാണ്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫേസ് ക്ലീൻ ആവും. അതുപോലെ തന്നെ നന്നായിട്ട് ഒരു സ്ക്രബിങ് എഫക്റ്റ് ഒക്കെ നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഞവരരി നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് കഴുകി ഉണക്കി പൊടിക്കണം. അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് അതുപോലെ അങ്ങ് പൊടിച്ചെടുക്കരുത്. പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് മേടിച്ചതിന് ശേഷം നന്നായിട്ട് വൃത്തിയിൽ കഴുകി നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. പലരും എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചിട്ടും ഈ ഒരു മൂക്കിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചുണ്ടിന് ചുറ്റിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ മൂക്കിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് നന്നായിട്ട് കണ്ടോളണം എന്നില്ല, പക്ഷേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് നല്ല രീതിക്ക് അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ക്രബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വീക്കിലി 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫേഷ്യൽ നിങ്ങൾ ഓരോ മാസം കൂടുമ്പോഴും വീട്ടിലിരുന്ന് ചെയ്യുമ്പം നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സ്ക്രബിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഞവരരിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതായത് കഞ്ഞിവെള്ളം എന്ന് പറയും, ഇതും റൈസ് ആണല്ലോ, ആ വെള്ളത്തിൽ നമ്മളൊരു കോട്ടൺ തുണി ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫേസിൽ നന്നായിട്ടൊന്ന് ഒപ്പിക്കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ സ്റ്റീം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് അതിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ആവി പിടിക്കാറില്ല, അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എളുപ്പമായി തോന്നിയത് ഇതാണ്. പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവും മറ്റേ രീതിയിലായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ. ഫേസ് മാസ്ക് ആണ്. അതിനായിട്ട് നമ്മൾ ഞവരരി നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ മുൾട്ടാണി മിട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് റോസ് വാട്ടർ തന്നെയാണ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യുക കേട്ടോ. പാല് പലർക്കും പറ്റുന്നില്ല, ഓയിലി സ്കിന്നർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ റോസ് വാട്ടർ എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫേസ് മാസ്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മിക്സായി കിട്ടുന്നവരെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലോട്ട് മാത്രമല്ല, നിങ്ങളിത് നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പാക്ക് എന്നല്ല, നിങ്ങൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ നിങ്ങളുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നെക്കിൻ്റെയും ഫേസിൻ്റെയും കളർ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അതാണ് പലർക്കും ഫേസ് ഭയങ്കരമായിട്ടും ബ്രൈറ്റ് ആയിട്ടുണ്ടാവും, പക്ഷേ നെക്ക് ഭയങ്കര കളർ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ എന്ത് ഫേസിൽ ചെയ്യുമ്പോഴും അത് നിങ്ങൾ നെക്കിലും കൂടിയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എല്ലാവർക്കും യൂസ് ചെയ്യുക, അതായത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക. കഴിഞ്ഞ നമ്മുടെ വീഡിയോ, അതായത് ഞവരരിയുടെ ചാലഞ്ച് നമ്മൾ ഇട്ടപ്പം ഒരുപാട് പേര് പരാതി പറഞ്ഞു. ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം നമ്മൾ 3 ദിവസവും ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അധികവും യൂസ് ചെയ്തേക്കുന്നത് പാലാണ്. അപ്പോൾ ഈ ഓയിലി സ്കിന്നൊക്കെ പാല് യൂസ് ചെയ്യുമ്പം പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു പാലിന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. പക്ഷേ നമ്മളവിടെ ഈ ഒരു ഞവരരിയും പാലും ഒക്കെ കുക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പാലിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താൽ റെഡി ആവുമോ എന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങളുടെ പരാതിക്കൊക്കെ തീർക്കാനായിട്ട് ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല.
ഓയിലി സ്കിന്ന് മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപോലെ ചേരുന്നൊരു ഫേഷ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി നേരം ഫേസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. എൻ്റെത് കുറച്ച് അധികം ഡ്രൈ ആയിപ്പോയി, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിലായിപ്പോയി. അതുകൊണ്ട് നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു ഫേഷ്യലിൽ നമ്മൾ മസാജിങ് ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം ഒരു സ്റ്റെപ്പായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പാക്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താലും മതി. ഇനിയല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മസാജിങ് പാക്ക് വേറെ റെഡി ആക്കിയിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ വായിലും പോയിട്ടുണ്ട്. മഞ്ഞളായതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രത്യേക കയ്പ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ നന്നായിട്ട് റിമൂവ് ആക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടിനേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ്. ഈ ഫേഷ്യലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ്. നമ്മളിപ്പോൾ പാർലറിൽ പോയി ചെയ്താലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കല്യാണമൊക്കെ വരുന്ന സമയത്ത് തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുൻപേ ഒക്കെ പോയി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 ദിവസം മുമ്പേ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫേഷ്യൽ എഫക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ഫേസിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുമ്പ് നിങ്ങൾ പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു എല്ലാ മന്തിലും ഇതുപോലെ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫേസ് പാക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ സ്ക്രബിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ ഒരുപാട് പാക്കുകൾ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. മാക്സിമം നിങ്ങൾ ഓരോ മന്തിലും ഇതുപോലൊരു ഫേഷ്യൽ നിങ്ങൾ ചെയ്താൽ മതി. ഇതിൽ നമ്മൾ സ്ക്രബിങ്ങും ക്ലൻസിങ്ങും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്ക് അങ്ങ് ചെയ്ത് പോയേച്ചാൽ മതി. ഇപ്പം ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാറി മാറി എല്ലാ വീക്കിലും ഓരോരോ പാക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ രീതിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്തേക്കുന്നത്. അടിപൊളി റിസൾട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിക്ക് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ കഴുത്തും ഫേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അവരാരും ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ആർക്കും വരുന്നില്ല. ഇനി ചിലർക്ക് അത് സ്കിന്നിന് പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ മാക്സിമം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ വരത്തില്ല. പിന്നെ നമ്മളിതിൽ റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മന്ത്ലി ഇത് എന്തായാലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.